അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്ത് നൂറിലെ 13-ാമത്തെ ആയത്തിൻ്റെ അർത്ഥമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. 13-ാമത്തെ ആയത്തിൻ്റെ പാരായണ നിയമങ്ങളും അത് കാണാതെ പഠിക്കാൻ ആവർത്തിച്ചുള്ള ഖിറാഅത്തും 4 വ്യത്യസ്ത ഖിറാഅത്തുകൾ തർത്തീൽ, തഹ്ദീർ, തഹ്ഖീഖ്, ഹദർ, ഈ 4 ഖിറാഅത്തുകളുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടു. ഇനി നമുക്കതിൻ്റെ അർത്ഥത്തിലേക്കാണ് പ്രവേശിക്കാനുള്ളത്. അപ്പോൾ ഈ ആയത്തിൻ്റെ അർത്ഥത്തിൽ കൂടുതലായിട്ട് നമുക്ക് വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ല. കാരണം ഇത് അള്ളാഹു പറഞ്ഞ, മുൻ ആയത്തുകളിൽ പറഞ്ഞ ഒരു കാര്യം, ആ കാര്യം എന്തുകൊണ്ട് നിങ്ങൾ നടപ്പിലാക്കിയില്ല എന്ന ഒരു ചോദ്യമാണ് അള്ളാഹു തആല ഈ ആയത്തിൽ ചോദിക്കുന്നത്. അപ്പോൾ ആയത്തിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്ക് കടക്കാം. ആയത്തിൻ്റെ അർത്ഥം ശ്രദ്ധിക്കാം. ഞാൻ പറഞ്ഞു, ഏതാനും ആയത്തുകൾ ലൗല എന്ന ഒരു പ്രയോഗത്തിലൂടെയാണ് തുടങ്ങുന്നത്. ഈ ആയത്തും അതിന് ശേഷമുള്ള ആയത്തും അതിന് ശേഷമുള്ള നമ്മളിപ്പോൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആയത്തും, അഥവാ 12-ാമത്തെ ആയത്തും 13-ാമത്തെ ആയത്തും 14-ാമത്തെ ആയത്തും 16-ാമത്തെ ആയത്തും 20-ാമത്തെ ആയത്തും, ഈ ആയത്തുകളൊക്കെ ലൗല എന്ന പ്രയോഗത്തോടു കൂടി വരുന്നു. പിന്നെ 21-ാമത്തെ ആയത്തിലും ഇതേപോലെ ലൗല എന്നൊരു പ്രയോഗം അതിനിടയിൽ കടന്നു വരുന്നുണ്ട്. ലൗല ജാഉ അലൈഹി ബി അർബഅത്തി ശുഹദാ. ജാഅ ബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു എന്നർത്ഥം. ജാഅ ബി, ജാഅ എന്ന് പറഞ്ഞാൽ വന്നു, ജാഅ ബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു എന്നാണ്. അപ്പം ജാഅ എന്നതിൻ്റെ ബഹുവചനമാണ് ജാഉ എന്നത്. ജാഅ, ജാഅ, ജാഉ. അപ്പം ജാഉ എന്ന് പറഞ്ഞാൽ അവർ വന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ജാഉ എന്ന് പറഞ്ഞാൽ അവർ വന്നു എന്നാണ്. ഇപ്പം ലൗല ജാഉ, അവർ എന്തുകൊണ്ട് വന്നില്ല. ലൗല ജാഉ എന്ന് പറഞ്ഞാൽ അവരെന്തുകൊണ്ട് വന്നില്ല. അപ്പം ഇവിടെ ബി എന്നത് അർബഅത്തിൻ്റെ കൂടെയാണ് വരുന്നത്. മനസ്സിലായില്ലേ? അലൈഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ മേൽ അല്ലെങ്കിൽ അതിൻ്റെ മേൽ എന്നൊക്കെയാണ് അലൈഹി എന്ന വാക്കിൻ്റെ അർത്ഥം വരിക. അപ്പം ലൗല ജാഉ അലൈഹി ബി അർബഅത്തി ശുഹദാ. എന്താ ശുഹദാ എന്ന് പറഞ്ഞാൽ? ആ സാക്ഷികൾ. എന്തുകൊണ്ട് അതിൻ്റെ മേൽ അല്ലെങ്കിൽ ആ വിഷയത്തിൻ്റെ മേൽ അവർ 4 സാക്ഷികളെ കൊണ്ടുവന്നില്ല എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? ലൗല ലൗല ജാഉ അലൈഹി ബി അർബഅത്തി ശുഹദാ. എന്തുകൊണ്ടവർ 4 സാക്ഷികളെ ഈ വിഷയത്തിൽ കൊണ്ടുവന്നില്ല? അതൊരു ചോദ്യമാണ് അള്ളാഹിൻ്റെ. ഫഇദ് ലം യഉതു,
അവർ കൊണ്ടുവന്നില്ല എങ്കിൽ ബിശുഹദാ സാക്ഷികളെ, അത്താ ബി യഉതു അത്താ ബി ജാ ബി ഇതൊക്കെ ഒരേ പ്രയോഗങ്ങളാണ്. യഉതു ബിശുഹദാ സാക്ഷികളെ അവർ കൊണ്ടു വന്നില്ല. ഫഉലൈക അപ്പോൾ അക്കൂട്ടർ ഇൻദല്ലാഹി അള്ളാഹിൻ്റെ അടുക്കൽ ഹും അവർ അൽ കാദിബൂൻ കളവ് പറഞ്ഞവരാണ്, വ്യാജവാദികളാണ്, കള്ളന്മാരാണ്. ഫഉലൈക ഇൻദല്ലാഹി ഹുമുൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ കളവ് പറഞ്ഞവരാണ്, കള്ളവാദികളാണ് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. അപ്പോൾ ഇവിടെ മേലെ പറഞ്ഞ 4 സാക്ഷികളെ കൊണ്ടുവരണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളൊരു വിഷയത്തിൽ അപ്പോൾ എന്തുകൊണ്ട് അവർ 4 സാക്ഷികളെ കൊണ്ടുവന്നില്ല? അപ്പോൾ ഈ അപവാദം പ്രചരിപ്പിച്ചവരെല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കൽ നാളെ ആരുടെ കൂട്ടത്തിലുണ്ടാകുക? കാദിബീങ്ങളെ കൂട്ടത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരുമിച്ച് അർത്ഥം എഴുതിക്കോളൂ. അപ്പോൾ ഇതിൽ പദത്തിൻ്റെ അർത്ഥം ജാ ബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക എന്നാണ് ജാ ബീൻ്റെ അർത്ഥം. ജാ എന്നതിൻ്റെ ബഹുവചനമാണ് ജാ എന്നത്. അപ്പോൾ ലൗല ജാഉ അലൈഹി ബി അർബഅത്തി ശുഹദാ എന്തുകൊണ്ട് എഴുതിക്കോളൂ, ഒരുമിച്ച് അർത്ഥം എഴുതിക്കോളൂ. എന്തുകൊണ്ട് അവർ അതിന് 4 സാക്ഷികളെ കൊണ്ടുവന്നില്ല? എന്നാൽ അവർ സാക്ഷികളെ കൊണ്ടുവന്നില്ല. അവർ സാക്ഷികളെ കൊണ്ടുവന്നില്ല. അതിനാൽ അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ കള്ളവാദികൾ തന്നെയാകുന്നു. അള്ളാഹുവിൻ്റെ അടുക്കൽ കള്ളവാദികൾ തന്നെയാകുന്നു. അപ്പം അതിനർത്ഥം മനസ്സിലായില്ലേ? ഇനി ഒന്ന് ഓതി വയ്ക്കി, കാണാതെ ആയത്ത് അർത്ഥം മനസ്സിലാക്കിയിട്ട്. بالشهداء فأولئك
شهداء فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون. ഈ ആയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതിലേറെയും നമ്മൾ നിസ്സാരമായിട്ട് കണക്കാക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം കെദിബാണ്. രണ്ടാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ അടുക്കൽ കാദിബാകുക. വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പേടിക്കേണ്ട കാര്യമാണ്. അതെ, വളരെ പ്രസക്തമാണിത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അള്ളാഹിൻ്റെ അടുക്കൽ കാദിബാകുക എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഈമാനുള്ളവർക്ക്. ഈമാൻ ഇല്ലാത്ത ആൾക്കാർക്കും വളരെ ഗൗരവമുള്ളൊരു കാര്യമാണെന്ത്, നാട്ടിൽ ആൾക്കാർക്കിടയിലൊക്കെ ഒരാൾ കാദിബാകുക എന്നുള്ളത്, അല്ലെ, ഒരു കള്ളനാകുക എന്നുള്ളത്. ഒരു കള്ളനാകാൻ കളവ് നടത്തണമെന്നില്ല, കളവ് പറയണമെന്നില്ല. മനസ്സിലാവുന്നുണ്ട്? വിഷയം മനസ്സിലാക്കണം. ഒരാൾ കള്ളനാകാൻ കളവ് പറയണമെന്നില്ല, കളവ് നടത്തണമെന്നില്ല. പിന്നെ എന്താ ഈ ആയത്തിൽ നിന്ന് കിട്ടിയത്? അള്ളാഹു പറയുന്ന ഒരു കാര്യം, ഞാൻ അതിലേക്ക് തദബ്ബുറിലേക്ക് കുറച്ച് ആയത്തുകൾ തരാം. അള്ളാഹു പറഞ്ഞ ഒരു കാര്യം അതിന് എതിരിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹിൻ്റെ അടുക്കൽ ആരായി? കള്ളനായി, കാദിബായി. ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചെറിയ കാര്യമല്ല. ഇവിടെ ഈ വ്യഭിചാര ആരോപണം നമ്മൾ മനസ്സിലാക്കണം. ആരോപണം തീർത്തും അതൊരു കളവാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് വീണ്ടും പറഞ്ഞ വിഷയമല്ല. ഇവിടെ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ കാര്യം. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വിഷയത്തിൽ പൂർണ്ണമായും അത് കളവാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ട് ശേഷം വീണ്ടും അവർ പറഞ്ഞതല്ല. പിന്നെ എന്തായിരുന്നു അത്? ലന്നാണ്. അത് ലന്നാണ്. അതാണ് ഈ ഉത്തരം. അത് ലന്നാണ്, ഊഹാണ്, അല്ലേ? ഊഹമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷയത്തിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം, നമ്മുടെ ചുറ്റും നടക്കുന്ന, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നടക്കുന്ന ഒരു വിഷയത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് അള്ളാഹു വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. ഇപ്പോൾ ഗൗരവമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു നാട്ടിൽ പോലും നമ്മളിപ്പോൾ ഒരു ഓനത്തൊള്ള തുറന്ന കളവയെ പറയുള്ളൂ എന്ന് നമ്മളെപ്പറ്റി ആൾക്കാർക്കിടയിൽ, കൂട്ടുകാർക്കിടയിൽ, നാട്ടിൽ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ, ഒരാളെപ്പറ്റി അങ്ങനെ പറയാം, എന്തായിരിക്കും ആ മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇപ്പം നമ്മളെ പറ്റിയിട്ടുള്ള അഭിപ്രായം പോലും ഓൻ തൊള്ളർന്ന നുണേ പറയുള്ളൂ, കളവേ പറയുള്ളൂ, അല്ലെങ്കിൽ ഓനറ്റ് ഇടപാടൊന്നും നടത്താൻ പറ്റൂല, ഓനോട് സംസാരിക്കാൻ പറ്റൂല, ബന്ധം ചേരാൻ പറ്റൂല, കുടുംബം ഒരു ബന്ധം, ഒരു കുട്ടിനെ ഇടിച്ചു കൊടുക്കാൻ അവിടുന്ന് കുട്ടിനെ കെട്ടാനോ പറ്റൂല, ഒരു കച്ചവടത്തിൽ കൂട്ടാൻ പറ്റൂല, ഒരു സംഗതി വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റൂല, ഒരു വാക്കൊരു സംഗതി പറയാൻ പറ്റാത്ത ആളാണ് എന്ന് നമ്മളെപ്പറ്റി വേറെ ഒരാൾ പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി. എത്രമാത്രം അസഹനീയമായിരിക്കും അത്. അതേ സമയത്ത് ഓനെ വിശ്വസിക്കുക, ഓനെ ഒരു സംഗതി ഏൽപ്പിക്കുക, അയാളായിട്ട് ബന്ധം നടത്താം എന്നൊരു അഭിപ്രായമാണ് നമ്മളെപ്പറ്റി ഉള്ളതെങ്കിൽ എന്തായിരിക്കും? അത്രയും സന്തോഷവും അഭിമാനവും നമുക്കുണ്ടാവും, അല്ലേ? അഭിമാനബോധം ഉണ്ടാവും. നേരെ മറിച്ചാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പം ഇതൊരു എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ കാദിബായത്? കളവ് പറഞ്ഞിട്ടോ കളവ് നടത്തിയിട്ടോ അല്ല, മറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇത്തരം ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ, ഒരു ആരോപണം പറയുമ്പം, അത് വ്യഭിചാര ആരോപണം ആകുമ്പം 4 സാക്ഷികൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ കാര്യം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പറയാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ 3 ആൾ സാക്ഷി ഉണ്ട് വിചാരിച്ചോളി,
ഇപ്പോൾ ഭാര്യമാരും ഭർത്താക്കന്മാരും വിഷയം വേറെ, അത് നമ്മൾ വേറെ പഠിച്ചു കഴിഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിനെ പറ്റിയും ഭർത്താവ് ഭാര്യനെ പറ്റിയാണെങ്കിൽ 4 സാക്ഷിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ എന്ത് മതി? അള്ളാൻ്റെ സാക്ഷി 4 സത്യം പറഞ്ഞാൽ മതി. അള്ളാൻ്റെ കോടതിയിൽ 4 സത്യം പറഞ്ഞാൽ മതി ജഡ്ജിൻ്റെ മുന്നിൽ. അതേ സമയത്ത് വേറെ ഒരു പുറത്തുനിന്നൊരാളെ പറ്റിയിട്ടാണ് എങ്കിൽ 3 സാക്ഷികൾ ഉള്ളെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, പറ്റില്ല. എന്ന് മാത്രമല്ല, ചെയ്തവന് 100 അടിയാണെങ്കിൽ ആരോപിച്ചവന് 80 അടി എന്ന ഇസ്ലാമിൻ്റെ ഹദ്ദും അവിടെ വളരെ പ്രസക്തമാണ്. എത്രമാത്രമാണ്. അപ്പോൾ 3 ആളുണ്ടെങ്കിൽ പോലും 4 ആൾ തികഞ്ഞിട്ടില്ലെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല, അത് പറയാൻ പാടില്ല. അതിൻ്റെ ഹിക്മത്ത് എന്താണെന്നൊക്കെ ഞാൻ അതിൻ്റെ മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, വിശദീകരിച്ചതാണ് നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പം ഒരു 3 ആൾക്ക് വരെ ചിലപ്പോൾ എന്താവാം, ഒരു സംഗതി തോന്നാം. അങ്ങനെ ആവണം എന്നില്ല. 3 ആൾക്ക് വരെ എന്താകാം, ഒരു സംഗതി അത് തോന്നിയതാകാം. ചിലപ്പോൾ സാഹചര്യങ്ങളാകാം, ചിലപ്പം ഒന്നും നടന്നിട്ടുണ്ടാവില്ല. അത് അവരുടെ കണ്ണുകൾക്ക് ചിലപ്പം ചില ചിന്തകൾ തോന്നിയതും മനസ്സിന് ചിന്തകൾ വന്നതുമായിരിക്കാം. ഇങ്ങനെയൊക്കെ വരാം. ഇതൊക്കെ ആധികാരികമായിട്ട് ഇതൊക്കെ പറയാം. ആർക്കാ ആധികാരികമായിട്ട് പറയാൻ പറ്റുക? നമ്മളെല്ലാവരും കണ്ണിനെയും മനസ്സിനെയും ഒക്കെ പടച്ച റബ്ബിനെ പറയാൻ പറ്റുള്ളൂ. ആ റബ്ബ് പറഞ്ഞ പിന്നെ അത് ആധികാരികമാണ്. അതിൽ പിന്നെ അപ്പുറത്ത് 3 ആളല്ലേ, ഇനി ഒരാളെ കുറവല്ലേ എന്ന് ചിന്തിക്കണ്ട. 4 ആൾ വേണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഉദ്ദേശമുണ്ടായിരിക്കണം. ഈ പഴമക്കാർക്കിടയിൽ ഒരു വർത്താനം, ഒരു ചൊല്ലുണ്ട് സാധാരണ. 4 ആൾ പറയുക എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചൊല്ല് പണ്ട് മുതലുള്ളതാണ്. അവനെപ്പറ്റി 4 ആളെ അഭിപ്രായം പറഞ്ഞാൽ അങ്ങനെയായി, 4 ആളെ അഭിപ്രായം പറഞ്ഞാൽ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ഒരു ചൊല്ല് പണ്ട് മുതലേ ആളുകൾക്കിടയിൽ ഉണ്ട് താനും. അപ്പം നമ്മൾ അതുപോലും ഇല്ലാതെ നമുക്ക് തോന്നിയത്, ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു പെണ്ണ് നിൽക്കുന്നത് കണ്ട്, ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത് കണ്ടിട്ട് അങ്ങനെ കണ്ട് നമ്മൾ ഊഹിച്ചിട്ട് ഒരിക്കലും ഒരു പെണ്ണിനെ പറ്റി മോശമായി വിചാരിക്കുകയോ മോശമായി പറയുകയോ ചെയ്യരുത്. കാരണം എന്താ, അത് ഒരാളുടെ കരളിൻ്റെ കഷ്ണമായ മകളായിരിക്കാം, കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാവാം, കോളേജിലേക്ക് പോകുന്നൊരു കുട്ടിയാവാം. മനസ്സിലെ ഒരു മനുഷ്യൻ്റെ സ്വന്തം അയാളുടെ കരളാണ് ആര്? പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെ ഒരു മനുഷ്യൻ്റെ മകളാകാം, ഒരു ആങ്ങളയുടെ പെങ്ങളാകാം, ഒരു ഉമ്മാൻ്റെ മകളാകാം. മനസ്സിലെ? അതുകൊണ്ട് നമ്മളതൊക്കെ മനസ്സിലാക്കണം. എന്നിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇത്തരം കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ. ഇനി നമ്മളതിൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം, ആയത്തുകൾ പറയാം, നിങ്ങൾ റെഫർ ചെയ്യണം. അതായത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ കള്ളനാവുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. അതിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് സൂറത്ത് നഹ്ലിലെ 105. നഹ്ൽ എത്രയാണ്? 16. പിന്നെ നഹ്ലിലെ 105. പിന്നെ മുജാദിലയിലെ സൂറത്ത് മുജാദില 57-ാമത്തെ സൂറത്ത്, അല്ല 58-ാമത്തെ സൂറത്ത് മുജാദിലയിലെ 18-ാമത്തെ ആയത്ത്. പിന്നെ അൻആമിലെ 6-ാം അധ്യായം, അൻആമിലെ 28. തൗബയിലെ 42. 9-ലെ 42. 9-ൽ തന്നെ 107.
നമ്മൾ നഹലിൽ എത്രാമത്തെ ആയത്തെ നേരത്തെ പറഞ്ഞത്? അതിൽ 86 കൂടി എഴുതി കളി. 86. മുഅ്മിനൂനിലെ 90. 23-ൽ 90. പിന്നെ അങ്കബൂത്ത് 29, സൂറത്ത് 29. അങ്കബൂത്തിലെ 12. സോഫാത്ത് സോഫാത്ത് എത്ര സൂറത്ത്? സോഫാത്തിലെ 152. സൂറത്തുൽ ഹഷർ 59-ാമത്തെ സൂറത്ത്. ഹഷർ അതിലെ 11-ാമത്തെ ആയത്ത്. പിന്നെ മുനാഫിഖൂൻ 63. മുനാഫിഖൂനിലെ 1-ാമത്തെ ആയത്ത്. എന്നോട് ശ്രദ്ധിക്കുക. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ചെയ്യേണ്ടത് ഈ ആയത്തുകളിൽ അള്ളാഹു പറയുന്നത്, ഈ ആയത്തുകളൊക്കെ ഞാൻ ഈ പറഞ്ഞ മുഴുവൻ ആയത്തുകൾ അവസാനിക്കുന്നത് ഇന്നഹും ലകാദിബൂൻ അല്ലെങ്കിൽ ഇന്നക്കും ലകാദിബൂൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. വിഷയങ്ങൾ എന്താണെന്ന് നോക്കി വരണം. വിഷയങ്ങൾ, ഈ ആയത്തിലെ വിഷയങ്ങൾ, സബ്ജക്റ്റ് എന്താണ്? ഇപ്പം ഇവിടെ നമ്മൾ പഠിച്ച ഈ ആയത്തിൽ 4 സാക്ഷികളെ കൊണ്ടുവരാതെ ആരോപണം നടത്തിയവരൊക്കെ അള്ളാഹിൻ്റെ അടുക്കൽ ആരാണ്? കള്ളന്മാരാണ്. അതേപോലെയുള്ള മറ്റ് ചില വിഷയങ്ങൾ കൂടി പറയുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കതിന് സമയമുണ്ട്. ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ടേ ക്ലാസ് ഉണ്ടാവുള്ളൂ. അടുത്ത 2 ആഴ്ച ക്ലാസ് ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ച ഒരു ഉംറക്ക് പുറപ്പെടുകയാണ്. നമ്മളെ പിന്നെ ക്ലാസ്സിലെ കുഞ്ഞാവ സാഹിബ് അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ എൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും ഇൻഷാ അല്ലാഹ് പ്രാർത്ഥിക്കും, ഖുർആൻ പഠിതാക്കൾക്ക് വേണ്ടി. ഇപ്പോൾ കഴിഞ്ഞ റമദാനിലൊരു ഉംറക്ക് പോയിട്ട് സുഖമില്ലാതെ തിരിച്ചു വന്നതാണ് ഞാൻ. അത് ഇപ്പോഴും പൂർണ്ണമായും ശരിയായിട്ടില്ല. എന്നാലും അത് പോകാനൊരു അവസരം കിട്ടുമ്പോൾ പോവുക എന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ, വേറെ സ്ഥലത്തേക്ക് പോകണമായിട്ടല്ല. അവിടേക്ക് നമ്മൾ എന്ത് പ്രയാസം ഉണ്ടായാലും അവിടേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുകയാണ്. മരിക്കുകയാണെങ്കിൽ അവിടുന്ന് മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പോൾ പിന്നെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും അങ്ങോട്ട് പോകാനൊരു ചാൻസ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യൂല, അസുഖം കാര്യം നോക്കൂല, ഒഴിവാക്കൂല. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. നമ്മളെ മറ്റേ കുഞ്ഞാ സാഹിബ് ഉണ്ടല്ലോ, സുഖമില്ലാത്ത ബാവുട്ടി സാഹിബ് അദ്ദേഹം വിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. അദ്ദേഹത്തിൻ്റെ സർജറി എന്തുണ്ടെന്ന് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണമായ ഷിഫായിനെ പ്രദാനം ചെയ്യട്ടെ, ആശ്വാസത്തെയും സമാധാനത്തെയും പ്രദാനം ചെയ്യട്ടെ. പൂർണ്ണമായ ഷിഫ കിട്ടി നമ്മളെ ക്ലാസ്സിൽ സാധാരണ പോലെ ഒരു പഠിതാവായി വരാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നിറവേറ്റി തരട്ടെ. നമ്മളെ എല്ലാ നല്ല മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തീർക്കട്ടെ. ഈ കെദിബിൻ്റെ ഒരു വിഷയം എന്താണെന്നറിയോ നിങ്ങൾ? ഇന്നൽ കെദിബ, തീർച്ചയായും കെദിബ് അത് ഒരാളെ അസത്യത്തിലേക്ക് നയിക്കുകയും അത് അയാളെ യഹ്ദി ഇലന്നാർ, ഇവിടേക്ക് നയിക്കും, നരകത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും വക്കൂനു മഅസ്സാദിഖീൻ, അത് തഖ്വൻ്റെ ഭാഗമാണ്. യാ അയ്യുഹല്ലദീന ആമനത്തഖുല്ലാ, നിങ്ങൾ തഖ്വയുള്ളവരാകണം. വക്കൂനു മഅസ്സാദിഖീൻ, എപ്പോഴും സത്യത്തിന് സാക്ഷികളായി
നമ്മൾ ജീവിക്കണം. ഒരു കളവോ അല്ലെങ്കിൽ ഒരു അസത്യമോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അത് നമ്മുടെ തഖ്വയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പം ഈ വിഷയം വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കുക. കളവ് പറയാതെ, കളവ് ചെയ്യാതെ അത്തരം ആളുകൾ നമ്മൾ പെട്ടുപോകും. അള്ളാഹു നമുക്ക് കാവലിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നു പോകുന്ന തെറ്റുകളെല്ലാം അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തിനെയും മർഹമത്തിനെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, അത് പഠിക്കാൻ താല്പര്യമുള്ള ഈമാനുള്ള ആളുകളിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.